+2 സുവോളജിയിലെ 8ാമത്തെ ചാപ്റ്ററാണ് ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ. ഇതും ഒരു ചെറിയ ചാപ്റ്റർ തന്നെയാണ്. എക്സാമിന് ഒരു 10% വെയിറ്റേജുള്ള ഒരു ചാപ്റ്ററാണ് ഇത്. ഇതിൽ ബയോഡൈവേഴ്സിറ്റിയെക്കുറിച്ചും അതിൻ്റെ കൺസർവേഷനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്സുകളാണ്: 1 ലെവൽസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, 2 നമ്പർ ഓഫ് സ്പീഷീസ് ഓൺ എർത്ത്, 3 പാറ്റേൺസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, 4 ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, 5 ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ. ഇത്രയും ടോപ്പിക്കുകളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. Biodiversity is the diversity of the biological organization ranging from cellular macromolecules to biomes. Edward Wilson popularized the term biodiversity. എൽവാർഡ് വിൽസൺ എന്ന സയൻറ്റിസ്റ്റാണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ടേം ആദ്യമായിട്ട് പോപ്പുലറൈസ് ചെയ്ത്. ഇതിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ലെവൽസ് ഓഫ് ബയോഡൈവേഴ്സിറ്റിയാണ്. ബയോഡൈവേഴ്സിറ്റി 3 ലെവലുണ്ട്: ജെനറ്റിക് ഡൈവേഴ്സിറ്റി, സ്പീഷീസ് ഡൈവേഴ്സിറ്റി, ഇക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി. ജെനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഡൈവേഴ്സിറ്റി ഷോൺ ബൈ എ സിംഗിൾ സ്പീഷീസ് അറ്റ് ജെനറ്റിക് ലെവൽ, അഥവാ ഡൈവേഴ്സിറ്റി അറ്റ് ജെനറ്റിക് ലെവൽ. അതിനുള്ള എക്സാമ്പിളുകൾ പറയാം. റോൾഫിയ എന്ന് പറയുന്ന മെഡിസിനൽ പ്ലാന്റ്, അതിൽ ഒരുപാട് വെറൈറ്റീസ് കാണുന്നുണ്ട്. മറ്റൊരു എക്സാമ്പിളാണ് ഇന്ത്യയിൽ 50,000 ഡിഫറൻറ്റ് വെറൈറ്റീസ് ഓഫ് റൈസ് ഉണ്ട്, 1000 വെറൈറ്റീസ് ഓഫ് മാംഗോസ് ഉണ്ട്. അപ്പോൾ ഈ എല്ലാ റൈസുകളും ഒറൈസ സറ്റൈവ എന്ന് പറയുന്ന ഒരൊറ്റ സ്പീഷീസാണ്, പക്ഷേ അത് പല വെറൈറ്റീസാണ്. എന്ന് പറഞ്ഞാൽ ജെനറ്റിക് ലെവലിലുള്ള വ്യത്യാസം കൊണ്ട് അതിലെ രുചിയിലും ഷേപ്പിലും സൈസിലും ഒക്കെ വ്യത്യാസം വന്നിട്ടുണ്ടാവും. അതേപോലെ മാംഗോസ്, എല്ലാം മാഞ്ചിഫറ ഇൻഡിക്ക എന്ന് പറഞ്ഞ ഒരൊറ്റ സ്പീഷീസാണ്, എന്നാൽ ഇന്ത്യയിൽ തന്നെ 1000കണക്കിന് വെറൈറ്റീസ് ഓഫ് മാംഗോസ് ഉണ്ട്. ഈ മാംഗോസ് എല്ലാം നിറത്തിലും വലുപ്പത്തിലും രുചിയിലും ഒക്കെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു, കാരണം അത് ജെനറ്റിക് ലെവലിലുള്ള ഡൈവേഴ്സിറ്റിയാണ്. സ്പീഷീസ് ഡൈവേഴ്സിറ്റി, ഡൈവേഴ്സിറ്റി അറ്റ് സ്പീഷീസ് ലെവൽ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, വെസ്റ്റേൺ ഗാർഡ്സ് ഹാവ് ഗ്രേറ്റർ ആംഫിബിയൻ സ്പീഷീസ് ഡൈവേഴ്സിറ്റി ദാൻ ഈസ്റ്റേൺ ഗാർഡ്സ്. വെസ്റ്റേൺ ഗാർഡ്സിൽ ധാരാളം ആംഫീബിയൻ സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഉണ്ട്. ആംഫീബിയയിലെ പല സ്പീഷീസുകൾ ഉണ്ട് എന്നർത്ഥം. 3ാമത്താണ് ഇക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി, ഡൈവേഴ്സിറ്റി അറ്റ് ഇക്കോസിസ്റ്റം ലെവൽ. അതിന് എക്സാമ്പിളാണ് ഇന്ത്യയിൽ ഡിസർട്ടുകൾ, റെയിൻ ഫോറസ്റ്റുകൾ, മാംഗ്രൂവ്സ്, കോറൽ റീഫ്സ്, വെറ്റ്ലാൻഡ്സ്, എസ്റ്റുറീസ്, ആൽഫൈൻ മിഡോസ് തുടങ്ങിയവയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു വലിയൊരു ജോഗ്രഫിയിലുള്ള ഇക്കോസിസ്റ്റത്തിലുള്ള ഈ വെറൈറ്റിയാണ് ഇക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്: നമ്പർ ഓഫ് സ്പീഷീസ് ഓൺ എർത്ത്, ഗ്ലോബൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി. അക്കോർഡിംഗ് ടു IUCN ഫുൾ ഫോം അറിയണം, ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ്. അതിൻ്റെ 2004 കണക്ക് പ്രകാരം മോർ ദാൻ 1.5 മില്യൺ സ്പീഷീസ് ഡിസ്ക്രൈബ്ഡ് സോ ഫാർ. ഇതുവരെ ഡിസ്ക്രൈബ് ചെയ്യപ്പെട്ടത് 1.5 മില്യണിലധികം സ്പീഷീസുകളാണ്. എന്നാൽ റോബർട്ട് മേയ് എന്ന് പറയുന്ന ഇക്കോളജിസ്റ്റിൻ്റെ എസ്റ്റിമേറ്റ് പ്രകാരം എബൌട്ട് 7 മില്യൺ സ്പീഷീസ് വുഡ് ഹാവ് ഓൺ എർത്ത്. ഏകദേശം 7 മില്യൺ വെറൈറ്റീസ് ഓഫ് സ്പീഷീസ് ഈ ലോകത്തുണ്ട് എന്നാണ് റോബർട്ട് മേയ് എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ളത്. ടോട്ടൽ നമ്പർ ഓഫ് സ്പീഷീസ് ഓൺ എർത്ത്, അതിൽ അനിമൽസ് ആർ മോർ ഡൈവേഴ്സ് ദാൻ പ്ലാന്റ്സ് ഇൻക്ലൂഡിങ് പ്ലാന്റ് ആൻഡ് ഫഞ്ചൈ. ഏറ്റവും കൂടുതലുള്ളത് അനിമൽസാണ്. ആകെയുള്ള ഓർഗാനിസത്തിൽ 70% അനിമൽസാണ്. പ്ലാന്റും ഫംഗസും കൂടി 22% ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം കൂടി 8% ഉള്ളൂ. എമംഗ് അനിമൽസ് ഇൻസെക്റ്റ് ആർ മോസ്റ്റ് സ്പീഷീസ് റിച്ച് ഗ്രൂപ്പ്. അനിമൽസിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഇൻസെക്റ്റാണ്. ആകെയുള്ള അനിമൽസിൽ 70% ഇൻസെക്റ്റാണ്. ദാറ്റ് ഈസ് ഔട്ട് ഓഫ് എവറി 10 അനിമൽസ് 7 ആർ ഇൻസെക്ട്സ്. ഇപ്പോൾ ഇൻവെർട്ടിബ്രേറ്റിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതലുള്ളത് ഇൻസെക്റ്റുകളാണ്, ബാക്കിയെല്ലാം വളരെ കുറച്ചേ ഉള്ളൂ. വെർട്ടിബ്രേറ്റിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതലുള്ള ഫിഷസുകളാണ്, പിന്നെ ബേഡ്സ്, മാമൽസ്, റെപ്റ്റൈൽസ്, ആംഫീബിയൻസ് ഒക്കെ കാണുന്നുണ്ട്. പ്ലാന്റ്സിൽ ഏറ്റവും കൂടുതലുള്ളത് ആൻജിയോസ്പേംസ് ആണ്, പിന്നെ ഫഞ്ചൈ ആണ്. ആൽഗെ, ലൈക്കണുകൾ, മോസസ്, ഫേൺസ് തുടങ്ങിയവ കമ്പാരിറ്റീവ്ലി കുറവാണ്. ബയോഡൈവേഴ്സിറ്റി ഇൻ ഇന്ത്യ, അതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. India has only 2.4% of the world's land area but 8.1% of the species diversity.
ലോകത്തിൻ്റെ ലാൻഡ് ഏരിയയിലെ 2.4% മാത്രമേ ഇന്ത്യയുള്ളൂ. പക്ഷേ ലോകത്തിലെ സ്പീഷീസ് ഡൈവേഴ്സിറ്റിയിൽ 8.1% ഇന്ത്യയാണ്. ഇത് സൂചിപ്പിക്കുന്നത് ഇന്ത്യ ഈസ് വൺ ഓഫ് ദി 12 മെഗാ ഡൈവേഴ്സിറ്റി കൺട്രീസ്. ലോകത്തിലുള്ള 12 മെഗാ ഡൈവേഴ്സിറ്റി കൺട്രീസിലുള്ള ഒന്ന് ഇന്ത്യയാണ്. ഇന്ത്യയിൽ ഏകദേശം 45,000 സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് ഉണ്ട്. അതിൻ്റെയും ഇരട്ടി അനിമൽസും ഉണ്ട്. അടുത്ത ടോപ്പിക്ക് പാറ്റേൺസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. അതിൽ ഒന്നാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയൻസ് ആണ്. ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയൻസ് എന്ന് പറഞ്ഞാൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഡിക്രീസസ് ഫ്രം ദ ഇക്വറ്റർ ടു ദി പോൾസ്. ഇക്വറ്റർ എന്ന് പറഞ്ഞാൽ ഭൂമധ്യരേഖ. ഭൂമധ്യരേഖയിൽ നിന്ന് പോളാർ റീജിയനിലേക്ക് പോകുന്തോറും സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഡിക്രീസ് ചെയ്യുന്നു. ആ പ്രവണതയെയാണ് ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയൻസ് എന്ന് പറയാം. ഇക്വറ്ററിൽ നിന്ന് പോളാർ റീജിയനിലേക്ക് പോകുന്തോറും സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഡിക്രീസ് ചെയ്യുന്നു. അതാണ് ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയൻസ്. ട്രോപ്പിക്സ് ഹാവ് മോർ സ്പീഷീസ് ദാൻ ടെമ്പറേറ്റ് ഓർ പോളാർ ഏരിയാസ്. ഇക്വറ്ററിനോട് ചേർന്ന് കാണുന്ന ട്രോപ്പിക്കിലാണ് കൂടുതൽ സ്പീഷീസുകളുള്ളത്. അത് കഴിഞ്ഞാലുള്ള ടെമ്പറേറ്റിലും പോളാറിലും സ്പീഷീസുകളുടെ എണ്ണം കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അതിനുള്ള ഒരു എക്സാമ്പിളാണ് പറയുന്നത്. ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയൻസിനുള്ള എക്സാമ്പിൾ ബേർഡ്സ് സ്പീഷീസിൻ്റെ ഒരു കണക്കാണ് നമ്മൾ നോക്കുന്നത്. കൊളംബിയ നിയർ ഇക്വറ്റർ എബൌട്ട് 1400 ബേർഡ് സ്പീഷീസ് ഉണ്ട്. ഈ ഇക്വറ്ററിനോട് ചേർന്ന് കാണുന്ന കൊളംബിയയിൽ 1400 ബേർഡ് സ്പീഷീസ് ഉണ്ട്. എന്നാൽ ട്രോപ്പിക്കൽ കൺട്രിയായ ഇന്ത്യയിൽ 1200 സ്പീഷീസ് ഓഫ് ബേർഡ്സ് ആണുള്ളത്. 41 ഡിഗ്രി നോർത്തിൽ സ്ഥിതി ചെയ്യുന്ന ടെമ്പറേറ്റ് റീജിയനിൽ കാണുന്ന ന്യൂയോർക്കിൽ 105 സ്പീഷീസ് ബേർഡ്സേ കാണുന്നുള്ളൂ. എന്നാൽ പോളാർ റീജിയനോട് ചേർന്ന് കാണുന്ന 71 ഡിഗ്രി നോർത്തിൽ കാണുന്ന ഗ്രീൻലാൻഡിൽ 56 സ്പീഷീസ് ബേർഡ്സേ ഉള്ളൂ. അപ്പോൾ ബേർഡ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇക്വറ്ററിൽ നിന്നും പോളാർ റീജിയനിലേക്ക് പോകുന്തോറും സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഡിക്രീസ് ചെയ്ത് വരുന്നുണ്ട്. ഈ പ്രവണതയാണ് ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയൻസ്. ലോകത്തിലെ ഏറ്റവും അധികം സ്പീഷീസ് ഡൈവേഴ്സിറ്റി കാണുന്ന ഒരു സ്ഥലമാണ് ട്രോപ്പിക്കൽ ആമസോണിയൻ റെയിൻ ഫോറസ്റ്റ്. സൗത്ത് അമേരിക്കയിലുള്ള ട്രോപ്പിക്കൽ ആമസോണിയൻ റെയിൻ ഫോറസ്റ്റ്. ഇറ്റ് ഈസ് ദി ഗ്രേറ്റസ്റ്റ് ബയോഡൈവേഴ്സിറ്റി ഓൺ എർത്ത്. അവിടെയുള്ള ഒരു നമ്പർ ഓഫ് സ്പീഷീസിൻ്റെ കണക്കാണ് ജസ്റ്റ് അവതരിപ്പിക്കുന്നത്. 40,000-ലധികം പ്ലാന്റ്സ് ഉണ്ട്. 3,000-ലധികം ഫിഷ് സ്പീഷീസുകളുണ്ട്. 1,300 വെറൈറ്റീസ് ഓഫ് ബേർഡ്സ് ഉണ്ട്. 427 വെറൈറ്റീസ് ഓഫ് മാമൽസും ആംഫീബിയൻസും ഉണ്ട്. 378 വെറൈറ്റീസ് ഓഫ് റെപ്റ്റൈൽസ് ഉണ്ട്. 125,000-ലധികം ഇൻവെർട്ടിബ്രേറ്റ്സ് ഉണ്ട്. റീസൺ ഫോർ ഹയസ്റ്റ് ബയോഡൈവേഴ്സിറ്റി ഇൻ ദി ട്രോപ്പിക്സ്. ഈ ട്രോപ്പിക്സിലെ ഹയസ്റ്റ് ബയോഡൈവേഴ്സിറ്റിക്കുള്ള കാരണമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ട്രോപ്പിക്സ് ഹാഡ് മോർ എവല്യൂഷണറി ടൈം. ട്രോപ്പിക്സിന് ധാരാളം എവല്യൂഷണറി ടൈം ലഭിച്ചു. അധികം ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ കൂടുതൽ കാലം അതിന് ലഭിച്ചു. അതുകൊണ്ട് സ്പീഷീസ് ഡൈവേഴ്സിറ്റി കൂടി. റിലേറ്റീവ്ലി കോൺസ്റ്റൻറ്റ് എൻവയോൺമെൻറ്റ്, ദാറ്റ് ഈസ് ലെസ് സീസണൽ. ട്രോപ്പിക്കൽ റീജിയനിലെ റിലേറ്റീവ്ലി കോൺസ്റ്റൻറ്റ് എൻവയോൺമെൻറ്റാണ്. അത് സ്പീഷീസ് ഡൈവേഴ്സിറ്റി കൂടാൻ ഇടയാക്കി. ദേ റിസീവ് മോർ സോളാർ എനർജി വിച്ച് കോൺട്രിബ്യൂട്ട് ടു ഗ്രേറ്റർ പ്രൊഡക്ടിവിറ്റി. ഏറ്റവും കൂടുതൽ സോളാർ എനർജി റിസീവ് ചെയ്യുന്നത് ട്രോപ്പിക്കൽ റീജിയനിലാണ്. അത് അവിടുത്തെ പ്രൊഡക്ടിവിറ്റി കൂട്ടി. അത് സ്പീഷീസ് ഡൈവേഴ്സിറ്റി കൂടാൻ കാരണമായി. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. റീസൺ ഫോർ ഹയസ്റ്റ് ബയോഡൈവേഴ്സിറ്റി ഇൻ ദി ട്രോപ്പിക്സ് 3 പോയിൻ്റാണുള്ളത്. ട്രോപ്പിക്സ് ഹാഡ് മോർ എവല്യൂഷണറി ടൈം, റിലേറ്റീവ്ലി കോൺസ്റ്റൻറ്റ് എൻവയോൺമെൻറ്റ്, they receive more solar energy which contribute to greater productivity. രണ്ടാമത്തെ പാറ്റേൺസ് ഓഫ് ബയോഡൈവേഴ്സിറ്റിയാണ് സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ്. അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ഇത് പ്രപ്പോസ് ചെയ്തത്. അലക്സാണ്ടർ വോൺ ഹംബോൾട്ട്. സ്പീഷീസ് റിച്ച്നെസ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസിങ് എക്സ്പ്ലോർഡ് ഏരിയ ബട്ട് ഓൺലി അപ് ടു എ ലിമിറ്റ്. ദാറ്റ് ഈസ് ദി സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ്. According to Alexander von Humboldt, species richness increases with increasing explored area but only up to a limit. ഏരിയ കൂടുന്തോറും സ്പീഷീസ് റിച്ച്നെസ് കൂടി വരും, പക്ഷേ ഒരു ലിമിറ്റ് വരെ മാത്രം. അപ്പോൾ ഈ ഗ്രാഫിലൊന്ന് നോക്കുക. ഇത് ഏരിയ, ഇത് സ്പീഷീസ് റിച്ച്നെസ്. ഏരിയ കൂടുന്തോറും സ്പീഷീസ് റിച്ച്നെസ് കൂടി വരും, പക്ഷേ ഒരു ലിമിറ്റ് വരെ മാത്രമാണ്. ആ ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ സ്പീഷീസ് റിച്ച്നെസ്സിൽ കാര്യമായ മാറ്റം വരുന്നില്ല. ഈ ഒരു ഗ്രാഫ് നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്. സ്പീഷീസ് റിച്ച്നെസ് കാണാനുള്ള ഇക്വേഷനാണ് S = CA raised to Z.
ഇവിടെ എസ് എന്ന് പറഞ്ഞാൽ സ്പീഷീസ് റിച്ച്നെസ് ആണ്, എ എന്ന് പറഞ്ഞാൽ ഏരിയയാണ്, സി എന്ന് പറഞ്ഞാൽ വൈ ഇൻ്റർസെപ്റ്റ് ആണ്, സെഡ് എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ഓഫ് ദി ലൈൻ ആണ്. പക്ഷേ ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഇതിനെ ലോഗ് സ്കെയിലിലേക്ക് മാറ്റണം. ലോഗ് സ്കെയിലിലേക്ക് മാറ്റുമ്പോൾ ഈ റെക്റ്റാങ്കുലർ ഹൈപ്പർബോള ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് മാറും. അപ്പോൾ ഇക്വേഷൻ ഇങ്ങനെ മാറ്റപ്പെടും. ലോഗ് എസ് ഈസ് ഈക്വൽ ടു ലോഗ് സി പ്ലസ് സെഡ് ലോഗ് എ. അവിടെ എസ് എന്ന് പറഞ്ഞാൽ സ്പീഷീസ് റിച്ച്നെസ്, സി എന്ന് പറഞ്ഞാൽ വൈ ഇൻ്റർസെപ്റ്റ്, സെഡ് എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ഓഫ് ദി ലൈൻ, എ എന്ന് പറഞ്ഞാൽ ഏരിയ. അപ്പോൾ ഈ ഒരു ഗ്രാഫ് നന്നായിട്ട് മനസ്സിലാക്കുക. ഈ ഗ്രാഫ് എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പിനെയാണ് എന്ന് എഴുതണം. ഇവിടെ ഓരോ ലെറ്ററും എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചാലും എഴുതാൻ പറ്റണം. ഈ ഇക്വേഷൻ നന്നായിട്ട് ശ്രദ്ധിക്കുക. ലോഗ് എസ് ഈസ് ഈക്വൽ ടു ലോഗ് സി പ്ലസ് സെഡ് ലോഗ് എ. Generally, for small areas, the Z value is 0.1 to 0.2. But for large areas, for example, entire continent, slope of the line is steeper. That is, Z value is 0.6 to 1.2. For example, for frugivorous birds and mammals in the tropical forest of different continents, the Z value is 1.15. ഈ ഒരു ഫാക്റ്റുകൾ ഓർത്തു വെക്കുക. സ്മോൾ ഏരിയയിലെ Z വാല്യൂ 0.1-ൻ്റെയും 0.2-ൻ്റെയും ഇടയിലായിരിക്കും. ലാർജ് ഏരിയയുടെ Z വാല്യൂ 0.6-ൻ്റെയും 1.2-ൻ്റെയും ഇടയിലായിരിക്കും. അതിനൊരു എക്സാമ്പിളാണ് ഫ്രൂഗിവോറസ് ബേർഡ്സിൻ്റെയും മാമൽസിൻ്റെയും ട്രോപ്പിക്കൽ ഫോറസ്റ്റിലെ, വിവിധ കോണ്ടിനെൻറ്റിലെ ട്രോപ്പിക്കൽ ഫോറസ്റ്റിലെ Z വാല്യൂ 1.15 ആണ് എന്നുള്ളത്. ഇമ്പോർട്ടൻ്റ് ഓഫ് സ്പീഷീസ് ഡൈവേഴ്സിറ്റിയാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അക്കോർഡിംഗ് ടു ഡേവിഡ് ടിൽമാൻ, plots with more species show less year-to-year variation in the total biomass. Increased diversity contribute to higher productivity. It is essential for ecosystem health and survival of human race. എന്ന് പറഞ്ഞാൽ സ്പീഷീസ് റിച്ച്നെസ്, ഡൈവേഴ്സിറ്റി കൂടുന്തോറും ആ ഇക്കോസിസ്റ്റത്തിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂടും. ആ ഇക്കോസിസ്റ്റം കൂടുതൽ ഹെൽത്തി ആവും, കൂടുതൽ സർവൈവ് ചെയ്യും. പോൾ എർലിച്ച് പ്രപ്പോസ് ചെയ്ത ഒരു റിവറ്റ് പോപ്പർ ഹൈപ്പോത്തിസിസ് ഉണ്ട്. അതും സ്പീഷീസ് ഡൈവേഴ്സിറ്റിയുടെ ഇമ്പോർട്ടൻസ് കാണിക്കുന്ന ഒരു ഹൈപ്പോത്തിസിസാണ്. ഇറ്റ് ഈസ് ആൻ അനലോഗി യൂസ്ഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. ഇറ്റ് ഈസ് പ്രപ്പോസ്ഡ് ബൈ പോൾ എർലിച്ച്. റിവറ്റ് പോപ്പർ ഹൈപ്പോത്തിസിസ് എന്താ നോക്കാം. ഇൻ ആൻ എയർപ്ലെയിനിനെ അദ്ദേഹം ഇക്കോസിസ്റ്റത്തോടാണ് ഉപമിച്ചത്. ആൾ പാർട്സ് ആർ ജോയിൻഡ് ടുഗദർ യൂസിങ് മെനി റിവറ്റ്. റിവറ്റിനെ ഉദ്ദേശിച്ചത് സ്പീഷീസാണ്. ഇഫ് പാസഞ്ചേഴ്സ് പോപ്പ് എ റിവറ്റ്, ഇറ്റ് മേ നോട്ട് അഫക്റ്റ് ഫ്ലൈറ്റ് സേഫ്റ്റി. ബട്ട് ആസ് മോർ ആൻഡ് മോർ റിവറ്റ് ആർ റിമൂവ്ഡ്, ദ പ്ലെയിൻ ബിക്കംസ് ഡേഞ്ചറസ്ലി വീക്ക്. അപ്പോൾ റിവറ്റ് പോപ്പർ ഹൈപ്പോത്തിസിസിൽ അദ്ദേഹം പറയുന്നത്, ഒരു എയ്റോപ്ലെയിൻ എന്ന് പറഞ്ഞാൽ അത് ഇക്കോസിസ്റ്റമാണ്. ആ ഇക്കോസിസ്റ്റം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ധാരാളം റിവറ്റ് അല്ലെങ്കിൽ സ്പീഷീസ് കൊണ്ടാണ്. അപ്പോൾ ഒരു യാത്രക്കാരൻ ഇതിൽ ഒരു റിവറ്റ് ഊരിക്കൊണ്ട് പോയാൽ അതൊരു പക്ഷേ ഈ പ്ലെയിനിൻ്റെ സുരക്ഷയെ ബാധിച്ചില്ലായിരിക്കാം. എന്നാൽ ഒരുപാട് പേര് ഓരോ റിവറ്റുകൾ ഊരിക്കൊണ്ട് പോയാൽ അത് ഈ പ്ലെയിനിൻ്റെ സേഫ്റ്റിയെ ബാധിക്കും. അതേപോലെ ഇക്കോസിസ്റ്റത്തിൽ ഒരു സ്പീഷീസ് ഇല്ലാതായാൽ ഒരു പക്ഷേ ഇക്കോസിസ്റ്റത്തെ അത് ബാധിക്കില്ലായിരിക്കാം. പക്ഷേ ഒരുപാട് സ്പീഷീസുകൾ ഇല്ലാതായാൽ ഇക്കോസിസ്റ്റം തകരുന്നതിന് ഇടയാവും. ഇതാണ് റിവറ്റ് പോപ്പർ ഹൈപ്പോത്തിസിസ്. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. IUCN റെഡ് ലിസ്റ്റ് 2004 says that 784 സ്പീഷീസ്, അതിൽ 338 വെർട്ടിബ്രേറ്റ്സ് ഉണ്ട്, 359 ഇൻവെർട്ടിബ്രേറ്റ് ഉണ്ട്, 87 പ്ലാന്റ്സ് ഉണ്ട്, വേർ എക്സ്റ്റിങ്ക്ട് ഇൻ ദ ലാസ്റ്റ് 500 years. ലാസ്റ്റ് 500 yearsൽ 784 സ്പീഷീസുകൾ എക്സ്റ്റിങ്ക്റ്റ് ആയി പോയിട്ടുണ്ട്. റീസെൻ്റായിട്ട് എക്സ്റ്റിങ്ക്റ്റായ അനിമൽസിനുള്ള എക്സാമ്പിളാണ് പറയുന്നത്. ഒന്ന് ഡോഡോ, മൗറീഷ്യസ് ദ്വീപിലുണ്ടായിരുന്നൊരു ബേർഡാണ് ഡോഡോ. 2 ക്യോഗ, ആഫ്രിക്കയിലുണ്ടായിരുന്നൊരു വരയൻ കുതിര വിഭാഗത്തിൽപ്പെട്ട ജീവിയാണ് ക്യോഗ. തൈലാസീൻ, ഓസ്ട്രേലിയയിലുണ്ടായിരുന്ന തൈലാസീൻ. റഷ്യയിലുണ്ടായിരുന്ന കടലിൽ കണ്ടിരുന്ന സ്റ്റെല്ലാർ സീക്കൗ. അതേപോലെ ബാലി, ജാവൻ ആൻഡ് കാസ്പിയാൻ എന്നീ 3 ടൈഗറിൻ്റെ സബ് സ്പീഷീസുകൾ. ഇതെല്ലാം റീസെൻ്റായിട്ട് എക്സ്റ്റിൻ്റായി പോയ അനിമൽസിന് എക്സാമ്പിളാണ്. എക്സാമിന് ചോദിക്കാം,
നെയിം എനി ടു റീസെൻ്റ്ലി എക്സ്റ്റിങ്ക്റ്റഡ് അനിമൽസ്. അപ്പോൾ ഡോഡോ അല്ലെങ്കിൽ ക്യോഗ അല്ലെങ്കിൽ തൈലാസിൻ അല്ലെങ്കിൽ സ്റ്റെല്ലാർ സീ കൗ അല്ലെങ്കിൽ ബാലി ടൈഗർ അല്ലെങ്കിൽ ജാവൻ ടൈഗർ അല്ലെങ്കിൽ കാസ്പിയൻ ടൈഗർ എന്നെഴുതാം. 27 species disappeared in the last 20 years. 15,500 species face the threat of extinction. 12% birds, 23% mammals, 32% amphibians, and 31% gymnosperm species face threat of extinction. The current species extinction rate is 100 to 1000 times faster than in the pre-human times. Human beings ഉണ്ടാവുന്നതിന് മുമ്പുള്ള ടൈമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഉള്ള എക്സ്റ്റിങ്ഷൻ റേറ്റ് 100 മുതൽ 1000 ടൈംസ് ഫാസ്റ്ററാണ്. ഇഫ് ദ ട്രെൻഡ് കണ്ടിന്യൂസ് നിയർലി ഹാഫ് ഓഫ് ഓൾ ദ സ്പീഷീസ് ഓൺ എർത്ത് മൈറ്റ് ബി എക്സ്റ്റിങ്ക്റ്റ് വിത്തിൻ നെക്സ്റ്റ് 100 years. ഇതേ ട്രെൻഡ് തുടരുകയാണെങ്കിൽ അടുത്ത 100 വർഷം കൊണ്ട് ഈ ഭൂമിയിലുള്ള പകുതി സ്പീഷീസ് എക്സ്റ്റിങ്ക്റ്റായി പോകും. ഇമ്പാക്റ്റ് ഓഫ് ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. ബയോഡൈവേഴ്സിറ്റി ലോസ് കൊണ്ടുണ്ടാകുന്ന ഇമ്പാക്റ്റുകളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒന്ന്, ഡിക്ലൈൻ ഇൻ പ്ലാന്റ് പ്രൊഡക്ഷൻ. അത് പ്ലാന്റ് പ്രൊഡക്ഷനെ ബാധിക്കും. എൻവയോൺമെൻറ്റൽ പെർട്രൂബേഷൻസ് സച്ച് ആസ് ഡ്രോട്ട്. പലതരത്തിലുള്ള എൻവയോൺമെൻറ്റൽ കലാമിറ്റീസ് ഉണ്ടാവും. ഇൻക്രീസ്ഡ് വേരിയബിലിറ്റി ഇൻ ഇക്കോസിസ്റ്റം പ്രോസസ്സസ് സച്ച് ആസ് പ്ലാന്റ് പ്രൊഡക്ടിവിറ്റി, വാട്ടർ യൂസ് ആൻഡ് പെസ്റ്റ് ആൻഡ് ഡിസീസ് സൈക്കിൾ. Increased variability in ecosystem processes such as plant productivity, water use and pest and disease cycle. Plant productivity ബാധിക്കും, വാട്ടർ യൂസിനെ ബാധിക്കും, പെസ്റ്റ് ഡിസീസ് സൈക്കിൾ താളം തെറ്റും. ഇങ്ങനെ പല പ്രോബ്ലംസും ആണ് ബയോഡൈവേഴ്സിറ്റി ലോസ് കൊണ്ട് ഉണ്ടാവുക. ഇത് എക്സാമിന് ചോദിക്കാം. ഇമ്പാക്ട്സ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസ് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. കോസസ് ഓഫ് ദി ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. അതറിയപ്പെടുന്നത് ദ എവിൾ കോർട്ടറ്റ് എന്നാണ്. ബയോഡൈവേഴ്സിറ്റി ലോസിനുള്ള പ്രധാനപ്പെട്ട 4 കാരണങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ 4 കാരണങ്ങൾ അറിയപ്പെടുന്നത് ദ എവിൾ കോർട്ടറ്റ് എന്നാണ്, മറക്കരുത്. 1, ഹാബിറ്റേറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ. 2, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ. 3, എലിയൻ സ്പീഷീസ് ഇൻവാഷൻസ്. 4, കോ എക്സ്റ്റിങ്ഷൻ. ഇത് 4ഉമാണ് ബയോഡൈവേഴ്സിറ്റി ലോസിനുള്ള പ്രധാനപ്പെട്ട 4 കാരണങ്ങൾ. ഈ 4 കാരണങ്ങൾ അറിയപ്പെടുന്നത് ദ എവിൾ കോർട്ടറ്റ് എന്നാണ്. ഇതിലെ ഹാബിറ്റേറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ എന്താണെന്ന് നോക്കാം. ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് കോസായിട്ട് കണക്കാക്കിയിട്ടുള്ളത്. ബയോഡൈവേഴ്സിറ്റി ലോസിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് കണക്കാക്കിയിട്ടുള്ളത് ഹാബിറ്റേറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെൻറ്റേഷനാണ്. ഇതിന് എക്സാമ്പിളാണ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റുകൾ. Thousands of hectares of rainforest are being lost within hours. ഓരോ മണിക്കൂറിലും ആയിരക്കണക്കിന് ഹെക്ടർ റെയിൻ ഫോറസ്റ്റുകൾ ലോസായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഇത് ജീവജാലങ്ങളുടെ ഹാബിറ്റേറ്റ് ലോസാവുന്നതിനും ഹാബിറ്റേറ്റ് ഫ്രാഗ്മെൻറ്റുകളാവുന്നതിനും ഇടയാവും. ഇത് ബയോഡൈവേഴ്സിറ്റി ലോസിന് കാരണമാവും. അതിന് ഒരു എക്സാമ്പിളാണ് ഡീഫോറസ്റ്റേഷൻ ഓഫ് ആമസോൺ. ഇതിൽ ആമസോൺ റെയിൻ ഫോറസ്റ്റ് ഈസ് ബീയിങ് കട്ട് ഫോർ കൾട്ടിവേറ്റിംഗ് സോയാബീൻസ് ഓർ ഫോർ കൺവെർഷൻ ഓഫ് ഗ്രാസ് ലാൻഡ്സ് ഫോർ കാറ്റിൽസ്. കാറ്റിൽസിന് ഗ്രാസ് ലാൻഡാക്കി കൺവെർട്ട് ചെയ്യുന്നതിനും സോയാബീൻ കൾട്ടിവേറ്റ് ചെയ്യുന്നതിനും ഒരുപാട് ഏക്കറ ആമസോൺ റെയിൻ ഫോറസ്റ്റുകൾ വെട്ടി നശിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ പല ഭാഗത്തും ഈ ഹാബിറ്റേറ്റുകൾ ഫ്രാഗ്മെൻറ്റുകളാക്കി മാറ്റിയിട്ടുണ്ട്. ഇതൊക്കെ ബയോഡൈവേഴ്സിറ്റി ലോസിന് കാരണമാവും. എവിൾ കോർട്ടറ്റിലെ രണ്ടാമത്തെ കോസസാണ് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ. സ്റ്റെല്ലാർ സീ കൗ, പാസഞ്ചർ പിജിൻ എക്സെട്ര എക്സ്റ്റിൻറ്റ് ഡ്യൂ ടു ദി ഓവർ എക്സ്പ്ലോയിറ്റേഷൻ. അമിതമായിട്ട് ചൂഷണം കൊണ്ട് എക്സ്റ്റിൻറ്റ് ആയിപ്പോയ 2 അനിമൽസിന് എക്സാമ്പിളാണ് പാസഞ്ചർ പിജിയൻ, സ്റ്റെല്ലാർ സീ കൗ തുടങ്ങിയവ. ഇപ്പോൾ ഇന്ന് കടലിലൊക്കെ വലിയ ബോട്ടുകളും മറ്റ് യന്ത്ര സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് ഫിഷിംഗ് നടത്തുന്നത് പല കടൽ ജീവികൾക്കും ഭീഷണി നേരിടുന്നുണ്ട്. ഇങ്ങനെ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ബയോഡൈവേഴ്സിറ്റി ലോസിന് കാരണമാവുന്നുണ്ട്. ഓവർ എക്സ്പ്ലോയിറ്റേഷൻ കൊണ്ട് ബയോഡൈവേഴ്സിറ്റി ലോസായ ഈ 2 എക്സാമ്പിൾ ഓർത്തു വെക്കാം. 3, എലിയൻ സ്പീഷീസ് ഇൻവാഷൻ. എലിയൻ സ്പീഷീസ് എന്ന് പറഞ്ഞാൽ ഫോറിൻ സ്പീഷീസാണ്. ഇത്തരത്തിലുള്ള ഫോറിൻ സ്പീഷീസുകൾ കോസ് ഡിക്ലൈൻ ഓർ എക്സ്റ്റിങ്ഷൻ ഓഫ് ഇൻഡിജീനിയസ് സ്പീഷീസ്. അത് തദ്ദേശ സ്പീഷീസുകളുടെ എക്സ്റ്റിങ്ഷന് അല്ലെങ്കിൽ കുറവിന് കാരണമാവുന്നു. എലിയൻ സ്പീഷീസ് ഇൻവാഷന് എക്സാമ്പിളുകൾ ഏതൊക്കെ നോക്കാം. 1, ദ നൈൽ പെർച്ച്. Introduced into Lake Victoria, caused extinction of more than 200 species of cichlid fish in the lake. ഈസ്റ്റ് ആഫ്രിക്കയിലുള്ള
ലേക്ക് വിക്ടോറിയയിലേക്ക് നൈൽ പെർച്ച് എന്ന് പറയുന്ന ഫിഷിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തതോടെ അവിടെയുള്ള 200-ലധികം കിച്ചിലിഡ് ഫിഷുകൾ എക്സ്റ്റിങ്ക്റ്റ് ആയിപ്പോയി. ഇത് ഏലിയൻ സ്പീഷീസ് ഇൻവാഷന് ഒരു എക്സാമ്പിളാണ്. നൈൽ പെർച്ച്. ഇൻവാസീവ് വീഡ് സ്പീഷീസ് ലൈക്ക് ക്യാരറ്റ് ഗ്രാസ്, പാർത്തേനിയം എന്നറിയപ്പെടും, ലെൻഡാന, വാട്ടർ ഹയാസിന്ത്, കുളവാഴ എന്നറിയപ്പെടും, ഇത് ഐക്കോർണിയ. ഇതെല്ലാം ഇൻവാസീവ് സ്പീഷീസിന് എക്സാമ്പിളാണ്. ഇതെല്ലാം കോസ് ഡാമേജ് ടു അവർ നാറ്റീവ് സ്പീഷീസ്. അപ്പോൾ ഇൻവാസീവ് സ്പീഷീസിന് എക്സാമ്പിൾ അല്ലെങ്കിൽ ഏലിയൻ സ്പീഷീസ് ഇൻവാഷൻ എക്സാമ്പിളാണ് ക്യാരറ്റ് ഗ്രാസ്, ലെൻഡാന, വാട്ടർ ഹയാസിന്ത് തുടങ്ങിയവ. മറ്റൊരു എക്സാമ്പിളാണ് ഇല്ലീഗൽ ഇൻട്രൊഡക്ഷൻ ഓഫ് ദി ആഫ്രിക്കൻ കാറ്റ് ഫിഷ്, ക്ലാരിയസ് ഗരീപ്പിനസ്, ആഫ്രിക്കൻ മുയ് എന്നറിയപ്പെടും. ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തതോടെ ഇൻഡിജീനസായ പല കാറ്റ് ഫിഷുകളും എണ്ണം കുറയുകയോ ഇല്ലാതാവുകയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആഫ്രിക്കൻ കാറ്റ് ഫിഷ് ഏലിയൻ സ്പീഷീസിന് മറ്റൊരു എക്സാമ്പിളാണ്. 4ാമത്തെ എക്സാമ്പിളാണ് കോ എക്സ്റ്റിങ്ഷൻ. വെൻ എ സ്പീഷീസ് ബിക്കം എക്സ്റ്റിങ്ക്റ്റ് ദ സ്പീഷീസ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ് ആൾസോ എക്സ്റ്റിങ്ക്റ്റ്. ഒരു സ്പീഷീസ് എക്സ്റ്റിങ്ക്റ്റ് ആയാൽ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത മറ്റൊരു സ്പീഷീസിൻ്റെ എക്സ്റ്റിങ്ഷനും കാരണമാവും. അതാണ് കോ എക്സ്റ്റിങ്ഷൻ. എക്സാമ്പിൾ എക്സ്റ്റിങ്ഷൻ ഓഫ് ദി പാരസൈറ്റ് വെൻ ഹോസ്റ്റ് ഈസ് എക്സ്റ്റിങ്ക്റ്റ്. ഹോസ്റ്റ് എക്സ്റ്റിങ്ക്റ്റ് ആയിപ്പോയാൽ പാരസൈറ്റ് എക്സ്റ്റിങ്ക്റ്റ് ആവാൻ കാരണമാവും. ഇൻ കോ ഇവോൾവഡ് പ്ലാന്റ് പോളിനേറ്റർ മ്യൂച്വലിസം, എക്സ്റ്റൻഷൻ ഓഫ് വൺ കോസസ് എക്സ്റ്റൻഷൻ ഓഫ് അതർ. പ്ലാന്റിനെ പോളിനേഷന് സഹായിക്കുന്ന പോളിനേറ്റർ ഇല്ലാതായാൽ ക്രമേണ പ്ലാന്റും ഇല്ലാതാവും. അതിന് എക്സാമ്പിളാണ് ഡോഡോ ബേർഡ് ആൻഡ് കാൽവേരിയ പ്ലാന്റ്. ഇത് 4ഉമാണ് ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റിക്കുള്ള കോസസുകൾ. ബയോഡൈവേഴ്സിറ്റി കൺസർവേഷനാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം റീസൺസ് ഫോർ കൺസർവേഷൻ. 3 ആർഗ്യുമെൻ്റ് ഉണ്ട്. നാരോവിലി യൂട്ടിലിറ്റേറിയൻ ആർഗ്യുമെൻറ്റ്സ്, ബ്രോഡിലി യൂട്ടിലിറ്റേറിയൻ ആർഗ്യുമെൻറ്റ്സ്, എത്തിക്കൽ ആർഗ്യുമെൻറ്റ്സ്. ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. നാരോവിലി യൂട്ടിലിറ്റേറിയൻ ആർഗ്യുമെൻറ്റ്സ്. ഹ്യൂമൻ ഡിറൈവ് എക്കണോമിക് ബെനിഫിറ്റ്സ് ഫ്രം നേച്ചർ സച്ച് ആസ് ഫുഡ്, ഫയർവുഡ്, ഫൈബർ, കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ, ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റ്സ് ആൻഡ് മെഡിസിൻസ്. ഇപ്പോൾ ഹ്യൂമൻ ബീയിങ്സിന് ഡയറക്റ്റായിട്ട് ഇത്തരത്തിൽ ഒരുപാട് എക്കണോമിക് ബെനിഫിറ്റ് ഉള്ളതുകൊണ്ട് നേച്ചർ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ള വാദമാണ് നാരോവിലി യൂട്ടിലിറ്റേറിയൻ ആർഗ്യുമെൻറ്റ്. 25% ഓഫ് ദി ഡ്രഗ്സ് ആർ ഡിറൈവ്ഡ് ഫ്രം പ്ലാന്റ്സ്. 25,000 സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് ഹാവ് മെഡിസിനൽ വാല്യൂ. അപ്പോൾ ഇവിടെ മറ്റൊരു പോയിൻറ്റും കൂടിയുണ്ട്. നേച്ചർ കൊണ്ട് നമുക്കുള്ള ബെനിഫിറ്റുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നമുക്കറിയുന്നതാണ്. ഫുഡ്, ഫയർവുഡ്, ഫൈബർ, കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ, മെഡിസിൻസ് തുടങ്ങിയവയൊക്കെ നമുക്ക് ബയോഡൈവേഴ്സിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ നേച്ചറിൽ നിന്നാണ് ലഭിക്കുന്നത്. Broadly utilitarian argument. Biodiversity plays a major role in many ecosystem services. Example, Amazon forest produce 20% of the total oxygen in the earth atmosphere. Pollination through bees, bumblebees, birds and bats, and aesthetic pleasure. ഇത്തരത്തിലുള്ള ഇക്കോസിസ്റ്റം സർവീസുകൾ നടത്തുന്നത് കൊണ്ട് നമ്മൾ നേച്ചർ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ള വാദമാണ് ബ്രോഡ്ലി യൂട്ടിലിറ്റേറിയൻ ആർഗ്യുമെൻറ്റ്. അപ്പോൾ ഈ എർത്തിലെ ആകെയുള്ള ഓക്സിജൻ്റെ 20% പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആമസോൺ റെയിൻ ഫോറസ്റ്റാണ്. അതേപോലെ പോളിനേഷൻ, ഈസ്തറ്റിക് പ്ലഷർ തുടങ്ങിയവയൊക്കെ നടത്തുന്നതുകൊണ്ടും തരുന്നതുകൊണ്ടും നമ്മൾ നേച്ചർ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നാണ് ബ്രോഡ്ലി യൂട്ടിലിറ്റേറിയൻ ആർഗ്യുമെൻറ്റ്സിൽ പറയുന്നത്. എത്തിക്കൽ ആർഗ്യുമെൻറ്റ്സ്. എവറി സ്പീഷീസ് ഹാസ് ആൻ ഇൻട്രിൻസിക് വാല്യൂ. വി ഹാവ് എ മോറൽ ഡ്യൂട്ടി ടു കെയർ ഫോർ ദെയർ വെൽബീയിങ്. എല്ലാ ജീവജാലങ്ങൾക്കും ഒരു ഇൻട്രിൻസിക് വാല്യൂ ഉണ്ട്. അവയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമുക്ക് ധാർമ്മികമായൊരു ഡ്യൂട്ടി ഉണ്ട്. ഇതാണ് എത്തിക്കൽ ആർഗ്യുമെൻറ്റ്സ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് കൺസർവേഷൻ. ബയോഡൈവേഴ്സിറ്റി എങ്ങനെ കൺസർവ് ചെയ്യും, കൺസർവ് ചെയ്യുന്ന ടൈപ്പുകൾ ഏതൊക്കെയാണ്? 2 ടൈപ്പാണുള്ളത്. ഒന്ന് ഇൻസിറ്റു കൺസർവേഷൻ ആൾസോ നോൺ ആസ് ഓൺ സൈറ്റ് കൺസർവേഷൻ. 2 എക്സിറ്റു കൺസർവേഷൻ ആൾസോ നോൺ ആസ് ഓഫ് സൈറ്റ് കൺസർവേഷൻ. ആദ്യം ഇൻസിറ്റു കൺസർവേഷൻ അല്ലെങ്കിൽ ഓൺ സൈറ്റ് കൺസർവേഷൻ എന്താണെന്നുള്ളത് നോക്കാം. The conservation of genetic resources within their natural or human-made ecosystem in which they occur. ജെനറ്റിക് റിസോഴ്സസ് അവരുടെ നാച്ചുറൽ ഹാബിറ്റേറ്റിൽ വെച്ച് തന്നെ കൺസർവ് ചെയ്യുന്നതിനെയാണ് ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറയാം. ഇതിന് ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്. പ്രൊട്ടക്റ്റഡ് ഏരിയാസ് സച്ച് ആസ് നാഷണൽ പാർക്ക്, സാങ്ച്വറീസ്, ബയോസ്ഫിയർ റിസർവ്, കൾച്ചറൽ ലാൻഡ്സ്കേപ്സ്, നാച്ചുറൽ മൊണ്യൂമെൻറ്റ്സ് തുടങ്ങിയവയെല്ലാം ഇൻസിറ്റു കൺസർവേഷന് എക്സാമ്പിളാണ്. ഇന്ത്യയിൽ 14 ബയോസ്ഫിയർ റിസർവുകളാണുള്ളത്, 90 നാഷണൽ പാർക്കാണുള്ളത്,
448 വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ആണുള്ളത്. ഈ കണക്കിനൊരു പ്രശ്നമുണ്ട്. പുതിയ നാഷണൽ പാർക്കും വൈൽഡ് ലൈഫ് സാങ്ച്വറിയും ഒക്കെ പ്രഖ്യാപിക്കുന്നതോടെ കണക്കിൽ വ്യത്യാസം വരും. നാഷണൽ പാർക്ക് സ്ട്രിക്റ്റ്ലി റിസർവ്ഡ് ഫോർ ദി വെൽഫെയർ ഓഫ് ദി വൈൽഡ് ലൈഫ് വേർ പ്രൈവറ്റ് ഓണർഷിപ്പ്, കൾട്ടിവേഷൻ, ഗ്രേസിംഗ് എക്സെട്ര ആർ പ്രൊഹിബിറ്റഡ്. ഒരു തരത്തിലുള്ള ഹ്യൂമൻ ആക്ടിവിറ്റിയും അനുവദിക്കാത്ത വൈൽഡ് ലൈഫിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഫോറസ്റ്റുകളെ നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിക്കുക. അതിനൊരു എക്സാമ്പിളാണ് ഇരവികുളം നാഷണൽ പാർക്ക് ഇൻ കേരള, സൈലൻറ്റ് വാലി നാഷണൽ പാർക്ക്. എന്നാൽ സാങ്ച്വറി എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഈസ് ഗിവൺ ഓൺലി ടു ദി അനിമൽസ്. കളക്ഷൻ ഓഫ് ടിമ്പേഴ്സ്, minor forest products and private ownerships are allowed so long as they do not harm the animals. അനിമൽസിന് ഒരു തരത്തിലുള്ള പ്രശ്നം ഉണ്ടാവാത്ത രീതിയിൽ ചെറിയ രീതിയിലുള്ള ഹ്യൂമൻ ആക്ടിവിറ്റീസ് അനുവദനീയമാണ്. എൻ എക്സാമ്പിളാണ് പെരിയാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഇൻ കേരള. ബയോസ്ഫിയർ റിസർവ് എന്ന് പറഞ്ഞാൽ ഏരിയാസ് ഓഫ് ലാൻഡ് ഓർ കോസ്റ്റൽ ഇക്കോസിസ്റ്റം ഫോർ കൺസർവേഷൻ ഓഫ് സസ്റ്റൈനബിൾ യൂസ്. ഒരു ബയോസ്ഫിയർ റിസർവ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഏരിയയാണ്. ഒരു ബയോസ്ഫിയർ റിസർവിൽ ധാരാളം നാഷണൽ പാർക്കുകൾ, വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉണ്ടാവും. സൈലൻറ്റ് വാലി നാഷണൽ പാർക്കൊക്കെ ഉൾപ്പെടുന്നത് നീലഗിരി ബയോസ്ഫിയർ റിസർവിലാണ്. സാക്രഡ് ഗ്രൂവ്സ് അല്ലെങ്കിൽ സാക്രഡ് ഫോറസ്റ്റ് കാവുകൾ. ഇൻസിറ്റു കൺസർവേഷന് മറ്റൊരു എക്സാമ്പിളാണ് ഈ കാവുകൾ. ഫോറസ്റ്റ് ഫ്രാഗ്മെൻറ്റ്സ് വിച്ച് ആർ കമ്മ്യൂണലി പ്രൊട്ടക്റ്റഡ് ബേസ്ഡ് ഓൺ റിലീജിയസ് ബിലീഫ്സ്. അതിന് എക്സാമ്പിളാണ് സാക്രഡ് ഗ്രൂവ്സ് ഇൻ കാസി ആൻഡ് ജൈൻഷ്യ ഹിൽസ് ഇൻ മേഘാലയ, ആരവള്ളി ഹിൽസ് ഓഫ് രാജസ്ഥാൻ, വെസ്റ്റേൺ ഗാട്സ് റീജിയൻ ഓഫ് കർണാടക ആൻഡ് മഹാരാഷ്ട്ര, സർഗുജ, ചന്ദ ആൻഡ് ബാസ്റ്റാർ ഏരിയാസ് ഓഫ് മധ്യപ്രദേശ്. ഇതൊക്കെ സാക്രഡ് ഗ്രോവ്സിന് എക്സാമ്പിളാണ്. അതും ഇൻസിറ്റു കൺസർവേഷന് എക്സാമ്പിളാണ്. അടുത്താണ് എക്സിറ്റു കൺസർവേഷൻ അല്ലെങ്കിൽ ഓഫ് സൈറ്റ് കൺസർവേഷൻ. ഇറ്റ് ഈസ് ദ കൺസർവേഷൻ ഓഫ് ഓർഗാനിസംസ് ഔട്ട്സൈഡ് ദയർ ഹാബിറ്റേറ്റ്. നാച്ചുറൽ ഹാബിറ്റേറ്റിൻ്റെ പുറത്ത് ഓർഗാനിസത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനെയാണ് എക്സിറ്റു കൺസർവേഷൻ എന്ന് പറയുക. അതിനൊരു എക്സാമ്പിളാണ് ജെനറ്റിക് റിസോഴ്സ് സെൻറ്റേഴ്സ്, സുവോളജിക്കൽ പാർക്ക്, വൈൽഡ് ലൈഫ് സഫാരി പാർക്ക്, ബൊട്ടാണിക്കൽ ഗാർഡൻസ്, ജീൻ ബാങ്ക്, ക്രിയോ പ്രിസർവേഷൻ തുടങ്ങിയവ എല്ലാം. ഇപ്പോൾ ഇതിൽ സുവോളജിക്കൽ പാർക്ക് നിങ്ങൾക്കറിയാം, സൂവിൽ ഒരുപാട് വൈൽഡ് അനിമൽസിനെ കൊടുന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അതൊന്നും ആ വൈൽഡ് അനിമൽസിൻ്റെ നാച്ചുറൽ ഹാബിറ്റേറ്റ് അല്ല, എന്നാൽ അവിടെ ആ ജീവജാലങ്ങളൊക്കെ പ്രൊട്ടക്റ്റഡ് ആണ്. ബൊട്ടാണിക്കൽ ഗാർഡൻ നിങ്ങൾക്കറിയാം, ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള പ്ലാന്റ്സുകൾ ഒരു പ്രത്യേക ഏരിയയിൽ ഒരു സ്പെഷ്യലൈസ്ഡ് ഗാർഡനിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സംവിധാനമാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ. വൈൽഡ് ലൈഫ് സഫാരി പാർക്കും അത് തന്നെയാണ്. അതിൻ്റെ നാച്ചുറൽ ഹാബിറ്റേറ്റിലല്ല, കാടിൽ ഒരു പ്രത്യേക ഏരിയ തിരിച്ച് അവിടെയാണ് ജീവജാലങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ജീൻ ബാങ്ക്, ജെനറ്റിക് റിസോഴ്സ് സെൻറ്റർ, ക്രിയോ പ്രിസർവേഷൻ ഇതൊക്കെ എക്സിറ്റു കൺസർവേഷന് അല്ലെങ്കിൽ ഓഫ് സൈറ്റ് കൺസർവേഷന് എക്സാമ്പിളാണ്. ഹോട്ട് സ്പോട്ട്. ദീസ് ആർ ദി റീജിയൻസ് വിത്ത് വെരി ഹൈ സ്പീഷീസ് റിച്ച്നെസ്, ഹൈ ഡിഗ്രി ഓഫ് എൻഡമിസം ബട്ട് മോസ്റ്റ് ത്രെറ്റൻഡ്. ധാരാളം സ്പീഷീസ് റിച്ച്നെസ് ഉള്ള ഹൈ ഡിഗ്രി ഓഫ് എൻഡമിസമുള്ള ഏരിയകളെയാണ് ഹോട്ട് സ്പോട്ടായിട്ട് പ്രഖ്യാപിക്കുക. എൻഡമിസം എന്ന് പറഞ്ഞാൽ സ്പീഷീസ് കൺഫൈൻഡ് ടു ഓൺലി ടു എ സ്പെസിഫിക് റീജിയൻ. ഒരു പ്രത്യേക ഏരിയയിൽ മാത്രം കാണുന്ന സ്പീഷീസിനെയാണ് എൻഡമിക് സ്പീഷീസ് എന്ന് പറയാം. ഉദാഹരണത്തിന് എൻഡമിക്സ് ടു വെസ്റ്റേൺ ഗാർഡ്സ് എന്ന് പറഞ്ഞാൽ ആ ജീവിയെ ലോകത്ത് വെസ്റ്റേൺ ഗാർഡ്സിൽ മാത്രമേ കാണുള്ളൂ. ലോകത്താകെ 34 ഹോട്ട് സ്പോട്ടുകളുണ്ട്. അതിൽ 3 ഹോട്ട് സ്പോട്ടുകൾ ഇന്ത്യയിലാണ്. 1 വെസ്റ്റേൺ ഗാർഡ്സ് ആൻഡ് ശ്രീലങ്ക, 2 ഇന്തോ ബർമ, 3 ഹിമാലയ. ഇന്ത്യയിലുള്ള 3 ഹോട്ട് സ്പോട്ടുകളുടെ പേര് ഓർത്തു വെക്കുക: വെസ്റ്റേൺ ഗാർഡ്സ്, ഇന്തോ ബർമ ഹോട്ട് സ്പോട്ട്, ഹിമാലയ. ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ എന്ന് പറയുന്ന ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഒന്നുകൂടി നമ്മൾ റിവൈൻഡ് ചെയ്യാണ്. ലെവൽസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി 3 ലെവലാണ്: ജെനറ്റിക് ലെവൽ, സ്പീഷീസ് ലെവൽ, ഇക്കോസിസ്റ്റം ലെവൽ. പാറ്റേൺസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി അതിൽ 2 ടോപ്പിക്കാണുള്ളത്: ലാറ്റിറ്റ്യൂഡൽ ഗ്രേഡിയൻറ്റും സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പും. ഇക്വറ്ററിൽ നിന്ന് പോളാർ റീജിയനിലേക്ക് പോകുന്തോറും ബയോഡൈവേഴ്സിറ്റി ഡിക്രീസ് ചെയ്യുന്നു എന്നതാണ് ലാറ്റിറ്റ്യൂഡൽ ഗ്രേഡിയൻസ്. ഏരിയ കൂടുന്തോറും സ്പീഷീസ് റിച്ച്നെസ് ഇൻക്രീസ് ചെയ്യുന്നു അപ് ടു എ ലിമിറ്റ് എന്ന അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് പ്രപ്പോസ് ചെയ്താണ് സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ്. മറ്റൊരു പ്രധാന ഏരിയയാണ് ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. അതിൽ റീസെൻ്റ്ലി എക്സിങ്ക്റ്റഡ് ആയ അനിമൽസ് ഏതാണെന്ന് അറിയണം: ഡോഡോ, ക്യാഗ, തൈലാസിൻ, സെല്ലാർ, സീക്കൗ, അങ്ങനെ എക്സാമ്പിളുകൾ അറിയാം. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് കോസസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസ്, എബിൾ കോർട്ടറ്റ് എന്നറിയപ്പെടുന്ന 4 ഏതാണെന്ന് അറിയണം: ഹാബിറ്റേറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, എലിയൻ സ്പീഷീസ് ഇൻവാഷൻസ്, കോ എക്സ്റ്റിങ്ഷൻ.
എലിയൻ സ്പീഷീസ് ഇൻവാഷന് എക്സാമ്പിൾ അറിയണം. നൈൽ പർച്ച്, ലെൻഡാന, കാരറ്റ് ഗ്രാസ് എന്നറിയപ്പെടുന്ന പാർത്തേനിയം, ഐക്കോർണിയ അഥവാ വാട്ടർ ഹയാസിന്ത്, ആഫ്രിക്കൻ ക്യാറ്റ് ഫിഷ്, അതൊക്കെ അതിൻ്റെ എക്സാമ്പിളുകളാണ്. പിന്നുള്ളത് കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി. അതിൽ ടൈപ്സ് ഓഫ് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ 2 ടൈപ്പാണുള്ളത്. ഇൻസിറ്റു കൺസർവേഷനും എക്സിറ്റു കൺസർവേഷനും. ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ കൺസർവേഷൻ വിത്തിൻ ദെയർ നാച്ചുറൽ ഹാബിറ്റേറ്റ്. അതിന് എക്സാമ്പിളാണ് ബയോസ്ഫിയർ റിസർവുകൾ, നാഷണൽ പാർക്കുകൾ, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, സാക്രഡ് ഗ്രോവ്സ്, കൾച്ചറൽ ലാൻഡ്സ്കേപ്പ്, നാച്ചുറൽ മൊണ്യൂമെൻറ്റ്സ് തുടങ്ങിയവയെല്ലാം അതിന് എക്സാമ്പിളുകളാണ്. എക്സിറ്റു കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ കൺസർവേഷൻ ഓഫ് ജെനറ്റിക് റിസോഴ്സസ് ഔട്ട്സൈഡ് ദെയർ നാച്ചുറൽ ഹാബിറ്റേറ്റ്. അതിന് എക്സാമ്പിളാണ് സുവോളജിക്കൽ പാർക്ക്, ബൊട്ടാണിക്കൽ ഗാർഡൻ, ജെനറ്റിക് റിസോഴ്സ് സെൻ്ററുകൾ, ജീൻ ബാങ്ക്, വൈൽഡ് ലൈഫ് സഫാരി പാർക്ക്, ക്രിയോ പ്രിസർവേഷൻ തുടങ്ങിയവ. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ.